നിരവധി പേരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് രാജ്യം ഇനിയും മുക്തമായിട്ടില്ല. ദുരന്തം നടന്ന് 40 വർഷമായിരിക്കുകയാണ്. 40 വർഷം കഴിയുമ്പോൾ ദുരന്ത ഭൂമിക്ക് ശാപമോക്ഷം കിട്ടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഭോപ്പാൽ വാതക ദുരന്തത്തിനിടയാക്കിയ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് അതീവ സുരക്ഷയോടെ വിഷവസ്തുക്കൾ നീക്കം ചെയ്തിരിക്കുന്നു. അർജുൻ പീതാംബരൻ നമ്മളടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അർജുൻ, ചെറുപ്പം മുതൽ പഠിച്ചു തുടങ്ങുന്ന സമയം മുതൽ ഈ ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതീവ ഞെട്ടലോടുകൂടി, എന്തിനിതാ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒരു വേദനയും ഒരു ഭയവും ഒക്കെയാണ്. ഒരു കമ്പനിയിൽ നിന്ന് വിഷവാതകം ചോരുന്ന ഒരു നാടിനെ ഒന്നാകെ തുടച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ 40 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു പ്രോസസ്സ് ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങളുടെ ദുരിതത്തോടൊപ്പം ഈ വിഷമാലിന്യം ഇപ്പോഴാണ് നീക്കുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നു ഈ ഒരു സംഭവം? ഇതിനി എന്ത് ചെയ്യും? പൂജ, 337 ടൺ രാസമാലിന്യമാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. ഈ 1984 ഈ ദുരന്തം അത് ആയിരങ്ങളുടെ ജീവൻ കവർന്നു. അതിനപ്പുറത്തേക്ക് 2024 2025 നമ്മളിപ്പോൾ നിൽക്കുന്നത്. 15,000-15,000 ആളുകൾ ഇപ്പോഴും ഈ രാസമാലിന്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യമാണ്. പൂജ എപ്പോഴെങ്കിലും മധ്യപ്രദേശ് പോവുകയോ അല്ലെങ്കിൽ ഭോപ്പാൽ പോവുകയോ ചെയ്തിട്ടുണ്ടോ? ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ കഴിഞ്ഞ മെയ്യിൽ ഭോപ്പാലിൽ പോയി ഈ ഇലക്ഷൻ സംബന്ധിച്ച് കവറേജിന് പോയതാണ്. ആ സമയത്ത് ഇവിടെ പോയിരുന്നു, യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ പോയിരുന്നു. വാർത്ത, അതായത് സ്റ്റോറിയൊന്നും എടുക്കാനായിട്ടില്ല, മറിച്ച് ഇത്ര വലിയൊരു ദുരന്തം അത് എന്താണ് അതിൻ്റെ അവശേഷിപ്പിക്കുക എന്നുള്ള കാര്യം നേരിട്ട് കാണാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ എത്തി യൂണിയൻ കാർബൈഡ് ഫാക്ടറി, അതിൻ്റെ അനാഥാലയം പോലെ, ഒരു പ്രേതാലയം പോലെ കിടക്കുന്നതെല്ലാം നേരിട്ട് കണ്ടു. അവിടെയുള്ള കുറച്ച് പരിസരവാസികളായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇപ്പോഴും ആ ദുരിതം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആ കാറ്റിലും അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടറിലും പുഴകളിലും എല്ലാം തന്നെ ഇപ്പോഴും ആ രാസവസ്തുക്കളുടെ, രാസമാലിന്യത്തിൻ്റെ ഇഫക്റ്റ് അവർക്ക് ഇപ്പോഴും ഉണ്ട്. തീരാ ദുരിതത്തിലാണ്. അസുഖങ്ങളൊക്കെ അവിടെയുള്ള കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 40 വർഷമായിട്ടും അധികാരികൾ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഡിസംബർ 3-ാം തീയതി ഭോപ്പാൽ ഹൈക്കോടതി ഒരു ഉത്തരവിട്ടത്. 4 ആഴ്ചത്തെ സമയം തരാം, അതിനുള്ളിൽ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യണം, അത് കൃത്യമായിട്ട് തന്നെ അത് ദഹിപ്പിക്കണം എന്നുള്ളതാണ്. നിലവിൽ ദഹിപ്പിക്കുക എന്നൊരു പ്രോസസ്സാണ് നിലവിൽ ചെയ്യാൻ പോകുന്നത്. പീതംപുര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മധ്യപ്രദേശിൽ തന്നെയാണ്. ഏകദേശം 200-211 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഭോപ്പാലിൽ നിന്ന്. അവിടെ ഒരു പ്ലാന്റിൽ കൊണ്ടുപോയി കൃത്യമായി ദഹിപ്പിച്ചെടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. ഈ ദഹിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മറ്റ് എയറിലൂടെയോ വെള്ളത്തിലൂടെയോ ഒന്നും തന്നെ പ്രദേശങ്ങളിലേക്ക് പകരാതിരിക്കാൻ കൃത്യമായ മുന്നൊരുക്കങ്ങൾ എടുക്കുന്നുണ്ട്. പീതംപുരയിലും ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്, ഈ രാസമാലിന്യങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷേ ആ പ്രതിഷേധങ്ങൾ വഴകവയ്ക്കാതെ ആളുകളുടെ ജീവന് പക്ഷേ ആപത്തുണ്ടാവാത്ത രീതിയിൽ ദഹിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ IIT അധികൃതരടക്കം നിലവിൽ പറയുന്നൊരു കാര്യം. എന്തായാലും അവിടെ നിന്നും അതീവ സുരക്ഷയോടെയായിരുന്നു ഈ സാധനങ്ങളെല്ലാം കടത്തിയത്. ഞായറാഴ്ച ഈ പ്രോസസ്സ് ആരംഭിച്ചു. 100-ലധികം ആളുകൾ അരമണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളിലായിരുന്നു. കാരണം ഇവരുടെ ആരോഗ്യനില പലപ്പോഴും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇത്രത്തോളം ഒരു മാലിന്യം ഉണ്ടായതാണ്, വലിയൊരു ചോർച്ച, വിഷപ്പുകയുടെ ചോർച്ച ഉണ്ടായതാണ്. അവരുടെ ആരോഗ്യനില പരിശോധിച്ച് അരമണിക്കൂർ ഷിഫ്റ്റിലായിരുന്നു ഈ 100 ആളുകൾ ജോലി ചെയ്തത്. ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു ഈ മാലിന്യങ്ങൾ അവിടെയുള്ള പരിസരത്ത് നിന്നും പൂർണ്ണമായിട്ട് നീക്കിയത്. അവർ കുളമൊക്കെ ഉണ്ടായിരുന്നു ഈ യൂണിയൻ കാർബൈഡ് ഫാക്ടറിക്ക് അകത്ത്. ആ കുളത്തിൽ മുഴുവൻ വെള്ളമാണ്. ആ വെള്ളത്തിൽ ഭീകരമായിട്ട് ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. 12 ട്രക്കുകളിലാക്കിയിട്ടാണ് അത്. ഈ ലീക്ക് പ്രൂഫായിട്ടുള്ള ബാഗുകളിൽ ഈ വെള്ളം നിറച്ചും മെറ്റലുകൾ ഇട്ടും അത് ലീക്ക് പ്രൂഫായി 12 ട്രക്കുകളിൽ നിറച്ച് ആംബുലൻസിൻ്റെയും പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും എല്ലാം അകമ്പടിയോടുകൂടിയാണ് 211 കിലോമീറ്റർ ദൂരമുള്ള പീതംപുരയിലേക്ക്, ധാർ ജില്ലയിലാണ് ഈ പീതംപുരയുള്ളത്. അവിടേക്ക് രാത്രി കടത്തിയത്. 7 മണിക്കൂർ ദൂരമായിരുന്നു, 7 മണിക്കൂർ യാത്രയായിരുന്നു. അത് എത്തിയിരിക്കുന്നു അവിടെ. ഇനി 3 മാസം മുതൽ 9 മാസം വരെ എടുക്കും ഈ ദഹിപ്പിക്കൽ പ്രക്രിയ. അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ വേണ്ടി, ചെയ്തു തീർക്കാൻ വേണ്ടി, ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. ഈ നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ വളരെ ഭീകരമായിരുന്നു യൂണിയൻ കാർബൈഡിൽ എത്തിയ സമയത്ത്. കാരണം അത്രത്തോളം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്നെടുത്ത വിഷപ്പുക
പുറപ്പെടുവിച്ച് അല്ലെങ്കിൽ ലീക്കായ അവിടെ നിന്നും ചോർന്ന ഒരു സ്ഥലം, അതെല്ലാം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭീകരമായിട്ട് അപ്പോഴും നമ്മളുടെ മനസ്സിൽ തട്ടിയിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 2015 ഒരു 10 ടൺ മാലിന്യം അതിനകത്ത് നിന്ന് ഈ യൂണിയൻ കാർബൈഡ് ഫാക്ടറിക്ക് അകത്ത് വെച്ച് തന്നെ കത്തിച്ച് കളയാൻ ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ അത് അവസാനം പരിസരത്ത് തന്നെയുള്ള ഈ ഗ്രൗണ്ട് വാട്ടറിലെല്ലാം മലിനമാക്കുന്ന രീതിയിലേക്കായിരുന്നു പോയത്. പിന്നീട് അനക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും 40 വർഷങ്ങൾക്ക് ശേഷം ഒരു ശാപമുക്തമാകുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കും. ശരി ശരി അർജുൻ, എന്നാലും ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നു മറ്റൊരിടത്ത് സംസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആശങ്ക ആ നാട്ടിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല, അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നുള്ള ഉറപ്പൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും.